ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോ പ്രോസസ്സറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൈക്രോ പ്രോസസ്സറിന്റെ ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു മൾട്ടിപർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രൈവൻ രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സിറ്റ്, സ്റ്റാൻഡ്, വാക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കണം, സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിൽക്കണം, വാക്ക് എന്ന് പറയുമ്പോൾ നടക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ അതനുസരിച്ചിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം പറയുന്ന പ്രകാരം, അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസുകളാണ്. ആ ഇൻസ്ട്രക്ഷൻസുകൾ പ്രകാരം എന്താണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് പെർഫോം ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോ പ്രോസസ്സർ എന്ന് നമ്മൾ പറയുന്നത്. ഈ മൈക്രോ പ്രോസസ്സർ ഏതെയാണ് റീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സുകളെ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. അതെന്താ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും മൈക്രോ പ്രോസസ്സർക്ക് മനസ്സിലാകുന്നത് 0ഉം 1ഉം ആയിരിക്കും. 0ഉം 1ഉം എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ മൈക്രോ പ്രോസസ്സർക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ 0, 1 എന്ന് പറയുന്നതിനാണ് നമ്മൾ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബൈനറി നമ്പറുകൾ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മെമ്മറി എന്ന് പറഞ്ഞ സ്പേസിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൈനറി ഡേറ്റാസുകളെ ഇൻപുട്ട് ആയിട്ട് ഇയാൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ 2 നമ്പേഴ്സും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സിനെ നമ്മൾ ബൈനറി ആയിട്ട് മൈക്രോ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അഡിഷൻസ് ആണെങ്കിൽ അഡിഷൻസ് ചെയ്യും, മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യും, സബ്ട്രാക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻസ് ചെയ്യും. നമ്മൾ എന്താണ് പ്രോസസ്സിംഗ് കൊടുക്കുന്നുണ്ടോ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് മൈക്രോ പ്രോസസ്സർ അത് പെർഫോമൻസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. ആ ഔട്ട്പുട്ട് വന്നിട്ട് സ്റ്റോർ ആവുന്നത് ഔട്ട്പുട്ട് ഡിവൈസസിലായിരിക്കും. അതായത് നമ്മൾ LED ഡിസ്പ്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല CRT സ്ക്രീൻസ് ആയിരിക്കാം, ആ LCD ഡിസ്പ്ലേ ആയിരിക്കാം. എന്താണ് ഔട്ട്പുട്ട് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ടോ അതിനകത്തായിരിക്കും ഇത് ഔട്ട്പുട്ട് വന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ മൈക്രോ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും ജനറേഷൻസ് ചെയ്യുന്നതും എന്തെന്ന് പറഞ്ഞു? ബൈനറി നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അതാണ് എന്തെന്ന് പറയുന്നത്? 0ഉം 1ഉം എന്ന് പറയുന്നത്. 0ഉം 1ഉം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈക്രോ പ്രോസസ്സറിൽ വന്നിട്ട് മാനുഫാക്ചറിംഗ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി മാനുഫാക്ചറിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് എന്താണ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് എന്താണ് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആഡ്, സബ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, മൂവ്, ലോജിക്കൽ ആഡ് അങ്ങനെ ആയിരിക്കും നമുക്ക് പറയുന്നത്. പക്ഷേ മെഷീൻസ് പോയിട്ട് അഡിഷൻ ചെയ്യും, സബ്ട്രാക്ഷൻ ചെയ്യുന്ന പറഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. അപ്പോൾ അതിനെ മനസ്സിലാകുന്ന ഭാഷയിൽ, അതായത് മെഷീൻ ലാംഗ്വേജ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെ മനസ്സിലാകുന്ന ഭാഷയിൽ ബൈനറി പാറ്റേൺസുകളായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസിൽ. അതിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഈ മെഷീൻ ലാംഗ്വേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഡിഷന്റെ കോഡ് ആണെന്നുണ്ടെങ്കിൽ 00011001 എന്ന് പറയുമായിരിക്കും. എക്സാമ്പിൾ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷേ ഈ കോഡ് ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഈ കോഡ് അഡിഷന്റെ കോഡ് ആണെന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അറിയത്തില്ല, നിങ്ങളുടെ ചോദിച്ചാലും അറിയത്തില്ല അല്ലെ. പക്ഷേ ഇത് മെഷീൻക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോഡിനെ നമ്മൾ അഡിഷൻ ആണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നതിനാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാകുന്ന നിമോണിക്സ് ഭാഷയിൽ പറയുന്ന ഒരു ലാംഗ്വേജിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ബൈനറി പാറ്റേണിൽ പറയുന്ന ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ ചില ടേംസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ടേംസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ബൈനറി നമ്പർ എന്ന് പറയും. അതായത് അത് 0ഉം ആയിരിക്കാം അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞതും ആയിരിക്കാം. അതിനാണ് നമ്മൾ ബൈനറി നമ്പർ എന്ന് പറയുന്നത്, 0 or 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നിബിൾ. നിബിൾ എന്ന് പറഞ്ഞെങ്കിൽ 4 ഡിജിറ്റ്സ് ഓഫ് ബൈനറി നമ്പേഴ്സ് ചേരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നിബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 0000 4 നമ്പേഴ്സ് ബൈനറി നമ്പേഴ്സ് ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 0001 1000 ഇങ്ങനെ 4 നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ 1011 1111 0111 അങ്ങനെ 4 നമ്പേഴ്സ് 4 ഡിജിറ്റ്സ് ഓഫ് ബൈനറി നമ്പേഴ്സ് ചേരുന്നതിനാണ് നമ്മൾ നിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അതേപോലെ തന്നെ 8 ബിറ്റുകൾ ചേരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈറ്റ് എന്നായിരിക്കും പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ 00000000 8 നമ്പേഴ്സ് ആയി അല്ലെ, അതിന് നമ്മൾ എന്താ പറയും? ബൈറ്റ് പറയും. ഫോർ എക്സാമ്പിൾ ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1001111 ഇങ്ങനെ 8 നമ്പേഴ്സ് ഓഫിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വേർഡ്. വേർഡ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഇതേപോലെ തന്നെ 16 ബിറ്റിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഡബിൾ 16 ബിറ്റിന്റെ കോമ്പിനേഷൻ പറയുമ്പോൾ 8 ബിറ്റുകൾ, അതായത് 2 ബൈറ്റുകൾ ചേർന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വേർഡ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ 1111 1111 0110 1111 അങ്ങനെ എന്താണ് 16 നമ്പേഴ്സുകളുടെ ബിറ്റുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. ഇത് ഡബിൾ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 32 ബിറ്റുകൾ ചേർന്നതിനെയാണ് നമ്മൾ ഡബിൾ വേർഡ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ 2 വേർഡ് ചേർന്നതിനെയാണ് ഡബിൾ വേർഡ് എന്ന് നമ്മൾ പറയാം. ലാസ്റ്റ് വൺ മൾട്ടിപ്പിൾ വേർഡ്. മൾട്ടിപ്പിൾ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ബിറ്റ് അല്ലെങ്കിൽ 128 ബിറ്റ് ഇങ്ങനെ പല പല കോമ്പിനേഷൻസുകൾ വരുന്നതിനാണ് മൾട്ടിപ്പിൾ വേർഡ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രസ്. അഡ്രസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണം. അങ്ങനെ മെയിലോ മെസ്സേജോ എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ തന്നെ നമ്മൾ മെസ്സേജ് അയക്കണമെങ്കിൽ എന്ത് വേണം? ഒരാളുടെ നമ്പർ വേണ്ടേ? ആ നമ്പർ ഉണ്ടെങ്കിലല്ലേ ആ നമ്പറിലോട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയാൾ എനിക്ക് ആ എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്യണം. അപ്പോൾ അയാളുടെ എൻ്റെ നമ്പർ ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് വന്നിട്ട് എന്താണ് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞതാണ് എന്ത്? അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ വീടുകളിൽ ലെറ്റർ പോസ്റ്റ് ഇതൊക്കെ അയക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ ആ മെസ്സേജ് ഒരു വീട്ടിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ വീടിൻ്റെതായിട്ടുള്ള അഡ്രസ് വേണം അല്ലെ. അപ്പോൾ അതിനാണ് എന്താണ് അഡ്രസ് എന്ന് പറയുന്നത്. ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിരിക്കും. അതും എന്തായിരിക്കും? ബൈനറി പാറ്റേണിൽ തന്നെ ആയിരിക്കും. അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? മെമ്മറി ലൊക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബസ്. ബസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണെന്ന് കഴിഞ്ഞെങ്കിൽ മൈക്രോ പ്രോസസ്സർ
മൈക്രോ പ്രോസസർ ഉണ്ടാവും. മൈക്രോ പ്രോസസർ ഉണ്ട്, പുറത്ത് മെമ്മറി ആയിരിക്കും ഇരിക്കുന്നത്. ഈ പുറത്ത് മെമ്മറി ആയിട്ടും മൈക്രോ പ്രോസസറും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വയേഴ്സ് വെച്ചിട്ടായിരിക്കും കണക്ഷൻ ചെയ്യുന്നത്. ആ കണക്റ്റിംഗ് വയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ബസ് എന്ന് പറഞ്ഞത്. എന്താണ്? ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടിംഗ് ലൈൻസ് ദാറ്റ് ക്യാരീസ് ഡേറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. ഈ ഗ്രൂപ്പ് ഓഫ് വയേഴ്സ്, സെറ്റ് ഓഫ് വയേഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ വിത്ത് മൈക്രോ പ്രോസസർ ആസ്